മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ രഹസ്യ കൂടിക്കാഴ്ച. പി.കെ. കുഞ്ഞാലിക്കുട്ടി, ഇ.ടി. മുഹമ്മദ് ബഷീർ, പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ അബ്ദുൽ മജീദ് ഫൈസി, നസറുദ്ദീൻ എളമരം എന്നിവർ കൊണ്ടോട്ടിയിലെ ഹോട്ടലിൽ ചർച്ചയ്ക്കെത്തുന്ന ദൃശ്യങ്ങൾ പീപ്പിൾ ടിവി പുറത്തുവിട്ടു. ലീഗിന്റെ മതേതര മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് സിപിഐഎം ആരോപിച്ചു. അതേസമയം വിഷയം സ്ഥിരീകരിച്ച് എസ്ഡിപിഐ. ലീഗുമായി ചർച്ച നടന്നതായി എസ്ഡിപിഐ പറഞ്ഞു. രഹസ്യ ചർച്ചയല്ല നടന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി വ്യക്തമാക്കി. രാഷ്ട്രീയം സംസാരിച്ചു, ഇനിയും ചർച്ചയ്ക്ക് തയ്യാറെന്നും എസ്ഡിപിഐ വ്യക്തമാക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരം 8 മണിയോടെയായിരുന്നു കൂടിക്കാഴ്ച. ഇ.ടി. മുഹമ്മദ് ബഷീർ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരോടൊപ്പം പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് നസറുദ്ദീൻ എളമരം, എസ്ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി, ഇക്രാമുൽ ഹക്ക് തുടങ്ങിയവർ എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. കൊണ്ടോട്ടിയിലെ KTDC ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു പാർട്ടികളുടെയും നേതാക്കൾ ഇറങ്ങിവരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പൊന്നാനിയിൽ തോൽവി ഭയന്നാണ് മുസ്ലിം ലീഗ് പോപ്പുലർ ഫ്രണ്ട് കൂടിക്കാഴ്ചയെന്നും മുസ്ലിം ലീഗിന്റെ മതേതര മുഖം മൂടി അഴിഞ്ഞുവീണെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് പറഞ്ഞു. ലീഗിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. SDPIയുമായും പോപ്പുലർ ഫ്രണ്ടുമായും രഹസ്യ ബാന്ധവം എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല. എക്കാലത്തും അവർ എടുക്കുന്നൊരു നിലപാടാണ്. ഈ സംഭവത്തിലൂടെ വെളിവാക്കപ്പെട്ടൊരു കാര്യമുണ്ട്. ലീഗിന്റെ മതനിരപേക്ഷ മുഖംമൂടി, ഞങ്ങൾ മതേതര സംഘടനയാണ് എന്ന് പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന മുസ്ലിം ലീഗിന്റെ കപട മുഖമാണ് തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ളത്. മുഖംമൂടിയാണ് പിച്ച് ചീന്തപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഗോഡ് ഫാദർ ആണ് എന്ന് ഞങ്ങൾ എക്കാലത്തും പറയാറുണ്ട്. ഞങ്ങളുടെ വിമർശനം ശരിവെക്കുന്നതാണ് ഇന്നലെ നടന്ന രഹസ്യ ചർച്ച. വർഗീയ കക്ഷികളുമായുള്ള മുസ്ലിം ലീഗിന്റെ രഹസ്യബന്ധം ദൃശ്യങ്ങളടക്കം പുറത്തായതോടെ പ്രതിരോധിക്കാൻ പാടുപെടുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. KT സ്വാലിഹ് ചേരുന്നു മലപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. സ്വാലിഹ്, എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങളും നമുക്ക് ലഭ്യമാകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും? ആനന്ദ്, പുതിയ വിശദാംശങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വം ഇതിനോട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ്. സാദിഖ് അലി തങ്ങൾ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞത്. ഇത്തരത്തിൽ SDPIയുമായി കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും നടത്തിയത് ഒരു രഹസ്യ ചർച്ചയല്ല, രഹസ്യ ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. കൂടിക്കാഴ്ച യാദൃച്ഛികമാണെന്ന് പറഞ്ഞ ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ വിശദീകരണം പാർട്ടിക്ക് തൃപ്തികരമാണെന്നും സാദിഖ് അലി തങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പാണക്കാട്ട് വസതിയിലായിരുന്നു നിന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അതേസമയം പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് SDPIയുമായി ഒരു കാലത്തും മുസ്ലിം ലീഗ് സഹകരിച്ചിട്ടില്ല, അങ്ങനെ സഹകരിക്കാൻ ശ്രമിച്ചിട്ടുമില്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. വളരെ യാദൃശ്ചികമായ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്നും SDPIയുമായി നടത്തിയത് രഹസ്യ ചർച്ചയല്ല എന്നും യാദൃശ്ചികമായി കണ്ടുമുട്ടിയപ്പോഴുള്ള സംസാരം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. മാധ്യമങ്ങൾ ചോദിച്ചില്ലേ സ്വാലിഹ്, യാദൃശ്ചികമായി ഒരു ഹോട്ടലിൽ റൂം എടുക്കുക, യാദൃശ്ചികമായി ഒരേ സമയത്ത് ഹോട്ടലിൽ പല നേതാക്കൾ എത്തുക, യാദൃശ്ചികമായി ഒരു റൂമിനുള്ളിൽ ഇരിക്കുക, യാദൃശ്ചികമായി 1 മണിക്കൂറിലധികം ചർച്ച നടത്തുക. ഈ യാദൃശ്ചികത എന്ന് പറയുന്ന വാക്കിന്റെ ഒരു പരിമിതിയില്ലേ സ്വാലിഹ്? തീർച്ചയായും പി.കെ. കുഞ്ഞാലിക്കുട്ടി നൽകിയ വിശദീകരണം മാത്രമാണിത്. ഇത് പൊതുസമൂഹമാണ് അക്കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് പൊന്നാനിയിലെയും മലപ്പുറത്തെയും വോട്ടർമാർ ഇക്കാര്യം ചിന്തിക്കുന്നുണ്ട് എന്ന് ഈ വിശദാംശങ്ങൾ സ്വാലിഹ് തുടർന്ന് നൽകണം. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മതേതര നേതാവിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിൽ ദീർഘകാലം മന്ത്രിയായിരുന്ന ആളാണ്. നല്ല മതേതര കാഴ്ചപ്പാട് ഉള്ള ആളാണ്. എന്താ പറയാ, കൃത്രിമമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. നിൽക്കുന്ന ഒരു കോസിന് വേണ്ടി ഉറച്ച സ്റ്റാൻഡ് എടുക്കും. ഇതൊക്കെയാണ് ഇ.ടിയെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. സുതാര്യമായ രീതിയിൽ ഒരു ഗസ്റ്റ് ഹൗസിന്റെ വരാന്തയിൽ, എനിക്ക് തോന്നുന്നു വരാന്തയിലാണ് ഇരുന്നത്, ഒരു വരാന്തയിൽ ഇരുന്നിട്ട് എന്ത് രഹസ്യ ചർച്ച നടത്താനാണ്? വരാന്തയുടെ ഒരു മൂലയിൽ ഇരുന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുമ്പോൾ ആര് കണ്ടാലും, ഇപ്പോൾ ഞാൻ കേട്ടെ, നാളെ മാർക്സിസ്റ്റ് UDF അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ലീഗ് ചർച്ച നിങ്ങൾ പറയുമല്ലോ, പല ഗസ്റ്റ് ഹൗസിലും ഞങ്ങൾ അവരെയും കാണുന്നുണ്ട്. പോകുന്ന വഴി ചർച്ച നടന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞല്ലോ, ചർച്ച അവർ പറഞ്ഞത് ഒരു വ്യത്യാസവും ഇല്ല. അവർ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഒരു രഹസ്യ ചർച്ച നടത്തുന്നു. അവർ പറഞ്ഞു, ഞാൻ കണ്ടില്ല. അവർ പറഞ്ഞു പൊന്നാനി സഹായം തേടിയെന്ന് വരെ പറഞ്ഞു. അല്ല, അതിപ്പോ പിന്നെ സംസാര മധ്യേ എന്ത് നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ 3-6 മിനിറ്റ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് ഞാൻ വന്നു, ഇ ടിയെ കണ്ട് കുറച്ച് പ്രോഗ്രാം ഫിക്സ് ചെയ്യാനുണ്ടായി. 17-ാം തീയതി ഇവിടുത്തെ കൺവെൻഷൻ, 18-ാം തീയതി അവിടുത്തെ കൺവെൻഷൻ. ആ സംസാരത്തിന് തന്നെ 7 മിനിറ്റ് പര്യാപ്തമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാനെങ്ങനെ ചർച്ച നടത്തിയെന്ന് പറയാം. അതുകൊണ്ട് ഇ ടി നൽകിയ മറുപടി അതിൽ 100% കറക്റ്റാണ്. ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ആരും രഹസ്യ ചർച്ച നടത്തൂല. അങ്ങനെ അതിനാണെങ്കിൽ വേറെ സ്ഥലങ്ങൾ എത്ര ഉണ്ടാവും. അതുകൊണ്ട് വിശ്വസിക്കുക. ആവശ്യമില്ലാത്ത വാർത്ത സത്യമായിരിക്കണം. സത്യമില്ലാത്ത വാർത്ത നോക്കിയിട്ട് കാര്യമില്ല. സത്യമായിരിക്കണം വാർത്ത. ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് സുതാര്യമായ രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ, ഏത് സംഘടനയായാലും അവർ വന്ന് കണ്ടുപോകേണ്ടത് വരാന്തയിലോട്ട് നടന്നു പോണ ഒരു CCTV ദൃശ്യം കൊടുത്താൽ, അത് കിട്ടിയാൽ അത് വെച്ച് വാർത്ത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ന്യായമല്ല. ഞാൻ മിതമായ ഭാഷയിൽ അതേ പറയുന്നത്. അല്ല, അതല്ല രാഷ്ട്രീയം ചർച്ച ചെയ്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, അത് എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കേണ്ട കാര്യം. ഏതായാലും ശരി, അവരെ കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങളും മുസ്ലിം ലീഗ് കാലം വരെ STP ആയിട്ട് ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. STP ആയിട്ട് ഒരുവിധ പൊളിറ്റിക്കൽ കോംപ്രമൈസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇല്ല, ഉണ്ടാവൂല. STPയുമായി രഹസ്യ കൂടിക്കാഴ്ച. ഇപ്പോൾ സ്വാലിഹ് തുടരുന്നുണ്ട്. സ്വാലിഹ്, കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരു ഗസ്റ്റ് ഹൗസിന്റെ വരാന്തയിലേക്ക് നടന്നു പോകുന്ന വിഷ്വൽ എടുത്ത് ഇത്രയും നിർണായകമായ ഒരു വാർത്ത കേരളത്തിൽ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാം നിസാരവൽക്കരിക്കുകയാണ്. നിസാരമല്ലേ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ? സ്വാലിഹ്, റൂമൊന്നും എടുത്തിട്ടില്ല, ഒരു സ്വാഭാവികമായ കൂടിക്കാഴ്ച മാത്രം അതിന്റെ വരാന്തയിൽ നടന്നു. പിന്നെ SDPI ഈ കാര്യത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ നന്നായി തടിയൂരുന്നുണ്ട്. ET മുഹമ്മദ് ബഷീറാണ് ഭൂരിപക്ഷം സമയം അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളെ വിശ്വാസത്തിലെടുക്കുക എന്നുകൂടി കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നുണ്ട്. സ്വാലിഹ്, തീർച്ചയായും ഇതിന്റെ ഒരു വശം ഈ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയുടെ തൊട്ട് മുൻപത്തെ ദിവസമാണ്. ഇന്നലെയാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ UDF നേതാക്കൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ SDPI നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. നേതാക്കളിൽ പലരും താമസിച്ചിരുന്നത് ഈ ടാർമറിന്റെ ഹോട്ടലിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വളരെ തിരക്ക് പിടിച്ച ഈ ദിവസങ്ങളിൽ തന്നെയാണ് 1 മണിക്കൂറോളം നേരം ഇരു പാർട്ടികളുടെയും നേതാക്കൾ സംസാരിച്ചത് എന്നതാണ് വലിയ കാര്യം. ഇതാണ് വളരെ യാദൃച്ഛികമെന്ന് പറഞ്ഞ് ചെറുതാക്കി കളയാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ചർച്ചയാണ് നടത്തിയതെന്ന് SDPI തന്നെ വിശദീകരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. നമുക്ക് സാദിഖലി തങ്ങളുടെ പ്രതികരണം കേട്ടാൽ മനസ്സിലാവും. ഇത് പാർട്ടി മുസ്ലിം ലീഗ് തൃപ്തികരമാണ്. ETയുടെ മറുപടിയിൽ മുസ്ലിം ലീഗ് തൃപ്തികരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം UDF നേതാക്കൾ ഇപ്പോഴും ഇതിൽ ഒരു പരസ്യ പ്രസ്താവന, പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. PK കുഞ്ഞാലിക്കുട്ടി അത്തരത്തിലാണ് ഈ ഒരു KTDC ഹോട്ടലിലെ വരാന്തയിലെ ഒരു ദൃശ്യങ്ങൾ കാണിച്ചാണോ എന്ന് പറയുന്നത്. അതിനകത്ത് സമയം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാവും. 1 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടന്നതെന്ന് കൂടെ ഉണ്ടായിരുന്ന ചർച്ചയ്ക്കെത്തിയവർ തന്നെ പറയുന്നു. രാഷ്ട്രീയമായ ചർച്ചയാണ് നടന്നത്. തെരഞ്ഞെടുപ്പിൽ സഹായം ആവശ്യപ്പെട്ടു, ഇനിയും ചർച്ചയാവാമെന്ന് അബ്ദുൽ മജീദ് ഫൈസി തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന സംശയത്തോടെ തന്നെയാണ് കേരള ജനത നോക്കിക്കാണുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് മാധ്യമങ്ങൾ ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തെ കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നത്. നമുക്കറിയാം PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോടെല്ലാം മലപ്പുറത്തെല്ലാം വളരെ സൗഹൃദത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. സാധാരണ രീതിയിൽ ഏത് വിഷയത്തിലും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുമ്പോഴെല്ലാം
പ്രതികരിക്കാനായി അദ്ദേഹം മാധ്യമങ്ങളെ ഇങ്ങോട്ട് ബന്ധപ്പെടുന്ന ആളാണ്. അതല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹം നോ എന്ന് പറയാത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അത് ET പ്രതികരിക്കും, ET ആണ് കൂടുതൽ ടൈം ഉണ്ടായിരുന്നത്, ET ആണ് പ്രതികരിക്കുക എന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ ഒഴിഞ്ഞു മാറി. പിന്നീട് ഇത് യാദൃച്ഛികമാണ്, ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ഇന്നലെ രാത്രി 9 മണിക്ക് അദ്ദേഹം ഫോണിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് രാവിലെ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോൾ മാത്രമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം ഇപ്പോൾ തരാൻ പോലും അദ്ദേഹം സന്നദ്ധമായത്. തീർച്ചയായും സ്വാലിഹ് വ്യക്തമാണ്. ആ പ്രതികരണമാകട്ടെ ആടിനെ പട്ടിയാക്കുന്നത് പോലെയായിരുന്നു. കാരണം ഇപ്പോൾ സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ ദൃശ്യങ്ങൾ തെളിവായുണ്ട്. 1 മണിക്കൂറിലധികം ചർച്ച നടന്നു. SDPI നേതാക്കൾ തന്നെ പറയുന്നു രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിന് സഹായം ആവശ്യപ്പെട്ടു, ഇനിയും ഈ ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണെന്ന്. ഇപ്പോഴാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുന്നത്. വെറും അവിചാരിതമായ യാദൃശ്ചികമായ കൂടിക്കാഴ്ച ഗസ്റ്റ് ഹൗസിന്റെ മുറ്റത്ത് വെച്ച് നടന്നതാണ്, അതിനെ മാധ്യമങ്ങൾ ഇങ്ങനെ വിലയിരുത്താൻ പാടില്ല എന്ന നിലയിലേക്ക്. ഏതായാലും ലീഗ് SDPI കൂട്ടുകെട്ട് അപകടകരമെന്ന് കോടിയേരി പ്രതികരിച്ചു. പരാജയ ഭീതിയിൽ ധാരണയുണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും മാധ്യമപ്രവർത്തകരുടെ ജാഗ്രത കൊണ്ടാണ് വിഷയം പുറത്തു വന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചർച്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ CPM പറയുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയിലാണ്. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മുസ്ലിം തീവ്രവാദ സംഘടനകളും കൂട്ടുകെട്ടുണ്ടാക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ കൂടിക്കാഴ്ച വ്യക്തമാക്കുന്നത്. മേഘ മാധവൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. മേഘ, എന്തൊക്കെയാണ് ഇതല്ലാതെ കോടിയേരി മാധ്യമങ്ങളോട് പങ്കുവച്ച ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ആനന്ദ്, അല്പം മുമ്പാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്നത് കൊണ്ടോട്ടിയിൽ ലീഗ് SDPIയും ഒപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി നടത്തിയ ചർച്ച പരാജയ ഭീതി മൂലമാണ്. ലീഗിന് ഇപ്പോൾ പരാജയ ഭീതിയാണ് നിലവിൽ ഉള്ളത്. ഇത്തരത്തിൽ ഒരു കൂട്ടുകെട്ട് സംസ്ഥാനത്ത് ഉടലെടുക്കുന്നത് അത് അപകടകരമാണ് എന്നും കോടിയേരി പറഞ്ഞിരിക്കുന്നു. വർഗീയ കക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ലീഗ് കൃത്യമായി വ്യക്തമാക്കണം. കോൺഗ്രസും KPCCയാണ് ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടത്. എന്താണ് ഇത്തരത്തിൽ വർഗീയ കക്ഷികളുമായി കൂട്ടുകെട്ടുണ്ടാക്കി ഇവിടെ സംസ്ഥാനത്ത് പുതിയ എന്ത് തന്ത്രമാണ് വരയാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ലീഗ് നിലപാട് വ്യക്തമാക്കണം. KPCC ഈ വിഷയത്തിൽ KPCCയുടെ നിലപാട് എന്താണ് എന്നറിയാനാണ് തങ്ങൾക്ക് ആഗ്രഹം ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ തീവ്രവാദ സംഘടനകളുമായി ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്ത് ഉള്ളത്. പരാജയ ഭീതി മൂലം മാത്രമാണ് ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലേക്കുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. കാരണം ഇതിനു മുമ്പും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നറിഞ്ഞപ്പോൾ ലീഗ് ഇത്തരം തീവ്രവാദ സംഘടനകളുമായി നേരത്തെയും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും കോടിയേരി വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പലയിടങ്ങളിലും BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. ലീഗ് SDPയുമായി ചർച്ച നടത്തുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്ത് തീവ്രവാദ സംഘടനകളുമായി കൂട്ടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാം എന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. SDPI പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ നിർത്തി കൃത്യമായി വോട്ട് വരയ്ക്കാനാണ് ഈ ലീഗും SDPയും തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ അത്തരത്തിൽ നടക്കുന്നുണ്ട് എന്നതിന് ഈ ചർച്ച കൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നും കോടിയേരി പറഞ്ഞിരിക്കുന്നു. ഇതിലൂടെ ലീഗിന്റെ വർഗീയ മുഖമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി പൊന്നാനി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കൃത്യമായ പരാജയ ഭീതി തന്നെയാണ് ലീഗിനെ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് നയിച്ചത് എന്നാണ് കോടിയേരി വ്യക്തമാക്കുന്നത്. കോടിയേരിയുടെ പ്രതികരണത്തിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങളാണ് കോഴിക്കോട് നിന്ന് മേഘ മാധവൻ നൽകിയത്. SDPIയുമായി കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും രഹസ്യ ചർച്ച നടത്തിയിട്ടില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൂടിക്കാഴ്ച യാദൃശ്ചികമെന്ന ET മുഹമ്മദ് ബഷീറിന്റെ വിശദീകരണം തൃപ്തികരമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. അല്ലാതെ പാർട്ടി അതിനുള്ളൊരു നീക്കമല്ല. ഈ വോട്ട് ആവശ്യപ്പെട്ടു നോക്കിയാണ് SDPI പറയുന്നത്. അതായത് അവര് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് സാധിക്കാൻ പറ്റില്ല. പാർട്ടി ഇപ്പോൾ പിന്നെ കണക്കെടുക്കുന്നത് ആ ചർച്ചയിൽ പങ്കെടുത്തു അല്ലെങ്കിൽ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ET ആണ്. ET അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പാർട്ടിക്ക് തൃപ്തികരമായിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും ഒരിടവേള.
സിസ്റ്റർ ലൂസിക്ക് വീണ്ടും സഭയുടെ നോട്ടീസ്. സഭയ്ക്ക് പുറത്തു പോകണമെന്നാണ് ആവശ്യം. ചാനൽ ചർച്ചകളിൽ നിർദ്ദേശം ലംഘിച്ച് പങ്കെടുത്തത് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ കത്ത്. അതേസമയം നോട്ടീസ് അയച്ച സഭയുടെ നടപടി ഖേദകരമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ പ്രതികരിച്ചു. സന്യാസം തുടരാനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. ഹലോ, ഡോക്ടറോട് കൂടി എന്നെ ഡിസ്മിസ് ചെയ്യാം, പക്ഷെ എനിക്കൊരു ഷോക്കോസ് നോട്ടീസും കൂടെ തന്ന ഒരു സാഹചര്യം കൂടെ തരുവാണെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. 18 പേജുകളുള്ള ഒരു ലെറ്ററാണ് എനിക്ക് മദർ ജനറലേറ്റിൽ നിന്നും സിസ്റ്റർ പ്രൊവിൻഷ്യൽ വഴിയാണ് എനിക്ക് കൈമാറി കിട്ടിയത്. അപ്പോൾ അത്രയും പേജുകളുള്ള ഒരു ലെറ്ററാണ്. അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒഫൻഡ് കൂടെ നമുക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം, ഒരു മാസം, പിന്നീട് ഒരു മാസം, അങ്ങനെ May 16 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പ്രോസസ്സായിരിക്കും. പോകണമെങ്കിൽ പൊയ്ക്കോ, എല്ലാ സൗകര്യങ്ങളും, അതായത് വൃദ്ധവാഗ്ദാനത്തിൽ നിന്ന് ഒഴിവാകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും എന്ന്, വളരെ സന്തോഷത്തോടെ ചെയ്തു തരും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അനൂപ് ചേരുന്നുണ്ട്. അനൂപെ, സന്യാസം തുടരാനാണ് തന്റെ തീരുമാനം എന്ന് സിസ്റ്റർ ലൂസി പറയുന്നു. എന്തായിരിക്കും ഇനി ഈ ആഗ്രഹത്തിനുള്ള അവരുടെ മുന്നിലുള്ള പ്രതിസന്ധി? സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിന് FCC സന്യാസി സമൂഹം വീണ്ടും ഒരു മുന്നറിയിപ്പ് കത്തുകൂടി നൽകിയിരിക്കുകയാണ്. ഈ സഭയിൽ നിന്ന് സ്വയം പുറത്തു പോകണം അല്ലെങ്കിൽ പുറത്താക്കുമെന്നുള്ള കൃത്യമായ മുന്നറിയിപ്പോട് കൂടിയാണ് ഈ നോട്ടീസ് അവസാനിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചൊരു ഇത്തരത്തിലൊരു കത്ത് സിസ്റ്റർ ലൂസിക്ക് ലഭിക്കുന്നത്. ഈ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി മൂന്നാമത്തെ കത്താണിത്. FCC സന്യാസി സമൂഹം ഇത്തരത്തിൽ നൽകുന്ന മൂന്നാമത്തെ കത്താണ്. സിസ്റ്റർ ലൂസി കത്തിനോട് പ്രതികരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഈ സഭയ്ക്ക് പുറത്തു പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നില്ല. പൂർണ്ണമായും സന്യാസി ജീവിതം തന്നെ നയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സമീപനം സഭയിൽ നിന്നും ഉണ്ടാവുന്നത് വേദനാകരമാണ്. ഇത് തുടർച്ചയായി തന്നോട് ഇത്തരത്തിലൊരു സമീപനമാണ് സഭ സ്വീകരിക്കുന്നത്. ഏതായാലും സഭയ്ക്ക് പുറത്തു പോകാൻ എന്നാവശ്യപ്പെട്ട് ഉള്ള കത്തിന് ഏപ്രിൽ 16 മുൻപ് മറുപടി നൽകണമെന്നാണ് ഇത്തരത്തിൽ FCC സന്യാസി സമൂഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 16 മുൻപ് തന്നെ ഇത്തരത്തിലൊരു വിശദീകരണ മറുപടി സഭയ്ക്ക് നൽകുമെന്നാണ്, അല്ലെങ്കിൽ FCC സന്യാസി സമൂഹത്തിന് നൽകുമെന്നാണ് സിസ്റ്റർ ലൂസി അറിയിക്കുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്ന കാരണങ്ങൾ ഇവയാണ്. അതായത് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തത് ചട്ടങ്ങൾ ലംഘിച്ചാണ്. കാറ് വാങ്ങിയതും ശമ്പളം, അതായത് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ സഭയുടെ കീഴിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപികയാണ്. ഈ ശമ്പളം മഠത്തിന് നൽകാത്ത ഒരു കാര്യമുണ്ട്. ഇത് ദാരിദ്ര്യ വ്രതത്തിന് കനോൺ നിയമപ്രകാരമുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ സിസ്റ്റർ ലൂസിയുടെ ഭാഗത്തുണ്ടാകുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ പ്രധാനമായും പറയുന്നത്. എന്നാൽ ഈ ഫ്രാങ്കോ ബിഷപ്പിനെതിരെ നടന്ന സമരത്തിൽ ഇതായിരുന്നു സിസ്റ്റർ ലൂസിക്കെതിരെയുള്ള സഭയുടെ പ്രതികാര നടപടികൾ ആരംഭിക്കാൻ തന്നെ കാരണം. എന്നാൽ ഈ ഒരു പരാമർശം, ഇത്തരത്തിൽ ഫ്രാങ്കോ ബിഷപ്പിനെതിരെ നടന്ന സമരത്തിൽ പങ്കെടുത്തു എന്നൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്ന കത്തുകളിൽ പരാമർശം ഉണ്ടായിരുന്നെങ്കിലും പുതിയ കാരണം കാണിക്കൽ നോട്ടീസിൽ ഇല്ല എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. ഏതായാലും സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ട് സിസ്റ്റർ ലൂസിക്ക് വീണ്ടും FCC സന്യാസി സമൂഹം കത്ത് നൽകിയിരിക്കുകയാണ്. വ്യക്തമാണ്, സന്യാസി സമൂഹത്തിന് പുറത്തു പോകണമെന്ന് സഭയും സന്യാസ സമൂഹത്തിൽ തന്നെ തുടരണമെന്ന് സിസ്റ്റർ ലൂസിയും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങളാണ് അനൂപ് നൽകിയത്. ഒരിടവേള. ഓരോ അംഗച്ചുവടും കരുതലോടെ 2019 20 സീറ്റും പിടിക്കാൻ 18 അടവുകളുമായി മുന്നണികൾ. കാണാം അംഗച്ചുവട് എല്ലാ ദിവസവും രാത്രി 9:30. സ്വർണ്ണമൊക്കെ എടുത്ത് KSFയിൽ വെച്ചേട്ടാ, ഇപ്പൊ മനസമാധാനമുണ്ട്. KSF ഗോൾഡ് ലോൺ ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ്, ബിഹാഫ് ഓഫ് താരകൻസ് റോയൽ ജ്വല്ലർ, കുന്നംകുളം, ഷാർജ. പിങ്കിൽ വിരിയുന്ന മായാജാലം മിത്ര പിങ്ക് ബ്യൂട്ടി, മിത്ര സ്കിൻ കെയർ സോപ്പ്, എസിൻ കോൺ പ്രൊഡക്റ്റ്. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഡ്രീം യുവർ ഹോം. മിനാർ ഗ്രൂപ്പ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുമായി നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. വിള്ളലും പായലും പമ്പ കടക്കും. സേവ് ദ ചിൽഡ്രൻ. Brides of India. Celebration Bridal Jewelry by Malabar Gold and Diamonds. KC വേണുഗോപാൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന സൂചന. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ഷാനിമോൾ ഉസ്മാനും സാധ്യതാ പട്ടികയിൽ.
എന്നാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്നാണ് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെടുന്നത്. ഇടുക്കി, വടകര സീറ്റുകൾ കോൺഗ്രസിന് തന്നെയെന്നും മറ്റാർക്കും നൽകേണ്ടതില്ല എന്നുമുള്ള ധാരണകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, ഈ പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അന്തിമമായി എടുത്തിട്ടുണ്ടോ? നാളെയെങ്കിലും സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിന് അറിയാൻ കഴിയുമോ? ആനന്ദ്, കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ യോഗം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 12 മണിയോടുകൂടി യോഗം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷം നാളെയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം. ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കേരളത്തിന്റെ ലിസ്റ്റ് വച്ചാൽ മാത്രമേ നാളെ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഈ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് അന്തിമ ധാരണയിൽ എത്തും എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇപ്പോഴും പല സീറ്റുകളിലും വലിയ തർക്കങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണം എന്നൊരാഗ്രഹം കേരള ഘടകത്തിനുണ്ട്, കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ.സി. വേണുഗോപാൽ തുടങ്ങിയവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കെ.സി. വേണുഗോപാൽ ആകട്ടെ കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായി അറിയപ്പെടുന്ന, ഉറച്ച മണ്ഡലമായി അറിയപ്പെടുന്ന വയനാട്ടിൽ മത്സരിക്കണം എന്നൊരാഗ്രഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ വയനാട്ടുകാർക്കോ അല്ലെങ്കിൽ നേതാക്കൾക്ക് കോൺഗ്രസിനുള്ളിൽ തന്നെ പലർക്കും അതിന് താല്പര്യമില്ല. കാരണം ആലപ്പുഴയിൽ നിന്ന് പേടിച്ച് വയനാട്ടിലേക്ക് പോയി എന്ന പ്രതീതി ഉണ്ടാക്കും. ആലപ്പുഴയും അത് ബാധിക്കും, വയനാട്ടിലെ വിജയസാധ്യം ബാധിക്കും എന്നാണ് കേരള ഘടക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഷാനിമോൾ ഉസ്മാൻ വയനാട് താല്പര്യം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ആലപ്പുഴ ലഭിച്ചാലും മത്സരിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആറ്റിങ്ങലിൽ ഷാനിമോളിന് സീറ്റ് നൽകാം എന്ന് തീരുമാനിച്ചെങ്കിലും ആറ്റിങ്ങൽ ലഭിച്ചാൽ മത്സരിക്കില്ല എന്ന് ഷാനിമോൾ കേന്ദ്ര നേതൃത്വത്തിനെയും കേരള ഘടകത്തെയും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് അടൂർ പ്രകാശിന്റെ പേരാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് സാധ്യത പറയുന്നുണ്ട്. അദ്ദേഹം എം.എൽ.എ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. ആറ്റിങ്ങൽ അല്ല എങ്കിൽ ആലപ്പുഴ എന്ന രീതിയിലേക്കും പോകുന്നുണ്ട്. ഇനി എറണാകുളം മണ്ഡലത്തിൽ കെ.വി. തോമസിന്റെ കാര്യത്തിൽ പോലും അന്തിമ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഈ ഏകദേശം സിറ്റിംഗ് സീറ്റുകളിലെ 3 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായ ആശയക്കുഴപ്പം തുടരുന്നു. കഴിഞ്ഞ 10-ാം തീയതി ചേർന്ന അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ കേരള ഘടക നേതാക്കൾ നിൽക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി എത്തിയതിനു ശേഷവും അനൗപചാരിക ചർച്ചകൾ കേരളത്തിൽ നടന്നെങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒന്നും ഒരു അന്തിമ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ധാരണയിൽ എത്താൻ ശ്രമിക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അതായത് സന്തോഷ്, ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് പറയുന്നത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രമുഖർ മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് തുടരുന്നുണ്ടോ? ഒപ്പം സന്തോഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഓരോരുത്തരും ജയവും തോൽവിയും സ്വയം വ്യക്തിപരമായി വിലയിരുത്തി അവിടെ വേണം അവിടെ വേണ്ട എന്ന് ഇപ്പോൾ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. ശരി സന്തോഷം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ദില്ലിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങൾ തുടരുകയാണ്. സന്തോഷ് സർലിംഗ് അവിടെ നിന്നാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ഇതുവരെയും കേരളത്തിലെ പട്ടിക സംബന്ധിച്ച്, സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനായിട്ടില്ല. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കാനാണ് സാധ്യത. പക്ഷേ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടൊരു ഏകീകൃത സ്വഭാവത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിട്ടില്ല. ഏതായാലും പല മണ്ഡലങ്ങളിലും നിർദ്ദേശങ്ങൾ അനുസരിച്ച് മത്സരിക്കാൻ പ്രമുഖ നേതാക്കൾ തയ്യാറാകുന്നില്ല. മറിച്ച് അവർ വിജയ പരാജയ സാധ്യതകൾ മുൻനിർത്തി ഹൈക്കമാൻഡിനോട് അങ്ങോട്ട് പറയുകയാണ്, തങ്ങൾ ഇന്ന സീറ്റുകളിലെ മത്സരിക്കൂ, ഇന്ന ഇടങ്ങളിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന നിലയിൽ ജയപരാജയ സാധ്യതകൾ സ്വയം വിലയിരുത്തി കമ്മിറ്റിയെ അറിയിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഹൈക്കമാൻഡ് കൂടുതൽ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പട്ടിക സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് 12 മണിക്ക് ഞങ്ങൾ ചർച്ചകൾ തുടങ്ങും. ഇന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം പാർട്ടി അധ്യക്ഷൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ന് അദ്ദേഹം മൊറീഷ്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പട്ടികയെ സംബന്ധമായിട്ടൊരു തീരുമാനം ഞങ്ങളെടുത്താലും അത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് വിടണം. ശ്രീ രാഹുൽജിയാണ് അതിൻ്റെ ചെയർമാൻ. ഇടുക്കിയിൽ തന്നെ സ്വതന്ത്രനായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു എന്നാണ് PJ ജോസഫ് തന്നെ ഇന്നലെ പറഞ്ഞത്. ശ്രീമൻ PJ ജോസഫ് ഞങ്ങളെ കണ്ട് സംസാരിച്ചെന്ന് ശരിയാണ്. അതുപോലെ തന്നെ മാണി സാർ അദ്ദേഹം നേരിൽ കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചിരുന്നു.
ശ്രീമാൻ ജോസ് കെ മാണിയും സംസാരിച്ചിരുന്നു. സീറ്റ് സംബന്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മന്ത്രിയുമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ എനിക്കറിയില്ല. അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. ഉമ്മൻചാണ്ടി, വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും മത്സരരംഗത്തേക്ക് വരാനുള്ള സാധ്യതകളിലേക്ക് എത്ര കണ്ട് ഇന്ന് ഒരു തീരുമാനത്തിലേക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണല്ലോ തീരുമാനമെടുക്കേണ്ടത്. KC വയനാട്ടിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വട്ടം ധനപാലനോ PC ചാക്കോയ്ക്കോ ഉണ്ടായ പോലുള്ള ഒരു അപകടം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ശ്രീമാൻ KC വേണുഗോപാലിന്റെ കാര്യത്തെക്കുറിച്ച് വേണുഗോപാൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം എല്ലാ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും അംഗമാണ്. അദ്ദേഹം ഉന്നതാധികാര സമിതികളിലൊക്കെ തന്നെ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ഉന്നതസ്ഥാനീയനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ഗോധയിലേക്ക് ഇറക്കണ്ട എന്ന തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ് എത്തിയത് എന്നെനിക്ക് തോന്നുന്നു. പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ സാധ്യത വടകരയിലെ KK രമയെ പിന്തുണയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴുള്ളത്. താങ്കൾ മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ് ഏതെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾക്ക് വിട്ടു നൽകാൻ ആർക്കും സാധ്യമല്ല. കാരണം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് സുപ്രധാനമാണ്. കോൺഗ്രസിന്റെ ഓരോ സീറ്റും നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞങ്ങളുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൈക്കമാൻഡ് ഒരു സീറ്റ് മാർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല നിലപാടാണ് എല്ലായിടത്തും എടുത്തിരിക്കുന്നത്. പരമാവധി സീറ്റുകൾ കിട്ടുക എന്ന സമീപനമാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയാനല്ല, ഹൈക്കമാൻഡാണ് അന്തിമമായിട്ട് അഭിപ്രായം പറയേണ്ടത്. എനിക്കൊന്നും അഭിപ്രായം പറയാൻ സാധ്യമല്ല. ഒരു കാര്യം ഞാൻ പറയാം, അറിയാമല്ലോ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതി ഞങ്ങളെ വിളിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എല്ലാത്തിനും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സീറ്റും ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ. മുസ്ലിം ലീഗ് പ്രായോഗിക രാഷ്ട്രീയം മനസ്സിലായിക്കൊണ്ട് അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ പ്രാധാന്യം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവർ കടുപ്പെടുത്തൊന്നും നടത്തിയിട്ടില്ല. അവർ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ കാര്യം അംഗീകരിച്ചുകൊണ്ട് പോയ ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ പ്ലസന്റ് ആയിട്ടാണ് അന്നത്തെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചെന്ന കാര്യം ഞാൻ പറയട്ടെ. ഈ മലപ്പുറത്ത് ഇന്നലെ SDP-യുമായി രഹസ്യ ചർച്ച നടത്തി. ഇത് UDF-ന്റെ തീരുമാനപ്രകാരമാണ് എന്നാണ് അവിടുത്തെ ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി ആരോപിച്ചത്. LDF-ന്റെ സ്ഥാനാർത്ഥി പറയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് പറയുന്നതിന് വല്ല അടിസ്ഥാനമുണ്ട്? അവരെന്തും പറയും. ഒരിക്കൽ പോലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരം ഒരു ചർച്ച നടത്തിയിട്ട് എനിക്കറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ അഭിപ്രായം പറയാം? എനിക്കറിയില്ല. എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അത് മുസ്ലിം ലീഗിനോട് ചോദിക്കണം. ഞാൻ എങ്ങനെയാണ് പറയാ? അല്ല, അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നത് ശരിയാണോ? ഒരു UDF-ന്റെ രാഷ്ട്രീയത്തിന് ചേർന്നതാണോ STPI പോലുള്ള ഒരു സംഘടനയുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത്? അതിനെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? എനിക്ക് ഒരു പ്രതികരണം ഈ കാര്യത്തിൽ പറയാനില്ല. മുസ്ലിം ലീഗുമായിട്ട് നിങ്ങൾ ആദ്യം ഈ കാര്യം നിങ്ങൾ ചർച്ച ചെയ്യുക. മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്ന ശേഷം നമുക്ക് സംസാരിക്കാം. താങ്കൾ പറഞ്ഞല്ലോ KC വേണുഗോപാലിന്റെ ഭാരിച്ച ഉത്തരവാദിത്വം എന്നുള്ളത് അധികം മത്സരിക്കില്ല എന്ന് തന്നെയാണോ എന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, വയനാട്ടിലേക്ക് മാറുമോ? ഇത്തരം കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഹൈക്കമാൻഡാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഞാൻ ആ കാര്യം തന്നെ പറഞ്ഞു. ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള സോണിയാഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പാർട്ടിയുടെ 1-2 സ്ഥാനത്തുള്ളവരൊക്കെ മത്സരിക്കുന്നു. കാരണം രാഷ്ട്രപതി വിളിക്കുക എന്നതാണ് കോൺഗ്രസിന് ഈ ഒരു അവസരത്തിൽ ആവശ്യമുള്ളത്. അത്തരത്തിൽ ശക്തനായ നേതാവ് 3-4 സ്ഥാനത്തുള്ള KC-ക്കും പങ്കെടുക്കുന്നതിൽ മത്സരിക്കുന്നതിൽ എന്താണ്? ഇതൊക്കെ ടെക്നിക്കലായ ചോദ്യങ്ങൾ മാത്രമാണ്. ഇതിൽ അർത്ഥമില്ല. കാരണം KC വേണുഗോപാലിനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലൊക്കെ തന്നെ ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. മിക്ക സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് പോകേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഉന്നത സ്ഥാനങ്ങളിലും അതുപോലെ ഉന്നത സമിതികളിലും അദ്ദേഹം അംഗമാണ്. അദ്ദേഹത്തിന്റെ സേവനം പൂർണ്ണമായിട്ട് പാർട്ടിക്ക് ഉപയോഗിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ഈ തീരുമാനത്തിൽ എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ ഹൈക്കമാൻഡ് അല്ലാതെ മറ്റാർക്കും അക്കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ഇത് ഞാൻ ഗണ്യതമായിട്ട് എപ്പോഴും പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, നിങ്ങൾ എഴുതാപ്പുറം വായിക്കരുത് പ്ലീസ്. ആ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ട ഹൈക്കമാൻഡാണ്. VM സുധീരൻ മത്സരരംഗത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തിരുന്നു. തീരുമാനമെടുക്കേണ്ട അദ്ദേഹമാണ്, അതുപോലെ അതിന്റെ ക്ലിയറൻസ് കൊടുക്കേണ്ട ഹൈക്കമാൻഡുമാണ്. ഞാൻ ടോം വടക്കനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല. ടോം വടക്കൻ ഞങ്ങളുടെ ഒക്കെ തന്നെ സുഹൃത്താണ്. ഈ ടോം വടക്കൻ എങ്ങനെയാണ് ഈ മനപരിവർത്തനം ഉണ്ടായി എനിക്കറിയില്ല. 2 ആഴ്ച മുമ്പ് വരെ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി എല്ലാ ശ്രമവും അദ്ദേഹം നടത്തിയിരുന്നു. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആൾക്ക് ശല്യമായിരുന്നു അദ്ദേഹം.
ഞാൻ അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തൃശ്ശൂരിൽ സീറ്റ് വേണം, വാങ്ങിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ മനുഷ്യനുണ്ടായിട്ടുള്ള മനപരിവർത്തനം ബൈബിളിൽ പോലും മാത്രം പരിവർത്തനം ഞാൻ വായിച്ചു കേട്ടിട്ടില്ല. വൻപിച്ച പരിവർത്തനമാണ്. നരേന്ദ്രമോദിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മളെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. ഞാൻ പോലും ഈ ടോമിൽ നിന്നാണ് പല ഇൻഫർമേഷൻ കിട്ടിയത്. നരേന്ദ്രമോദി എന്ന ഭീകരനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്കറിയാം. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ അഴിമതിക്കാരനെ കുറിച്ച് പറഞ്ഞറിയാം. നരേന്ദ്രമോദി എന്ന ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരന്റെ ഈ കുശാഗ്ര ബുദ്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ശൃഗാല സമീപനത്തെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്? പാപം എന്റെ വടക്കൻ. ഇത് CPM-നോടാണ് ചോദിക്കേണ്ടത്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം CPM നേതാക്കന്മാർ അറിയുമോ BJP-യിലേക്ക് പോയിട്ടത്. നമുക്ക് രണ്ടുപേർക്കും പോകാം, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ആയിരക്കണക്കിനാ പോകുന്നു, ഒന്നും രണ്ടുമല്ല. നേതാക്കന്മാർ കൂട്ടത്തോടെ പോകുന്നു, പാർട്ടി ഓഫീസിൽ BJP-യുടെ കൊടി സ്ഥാപിക്കുന്നു. എന്തൊരു നാണക്കേടാണ്. എന്നിട്ടാണ് നിങ്ങളോട് പറഞ്ഞു ഒന്ന് ചോദിക്കണേ ചോദ്യം. നാണക്കേടില്ലാത്ത ഒരു പാർട്ടി. അല്ല, ഇപ്പോൾ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി CPM മാറ്റിയിരിക്കുകയാണ്. കാരണം ഇന്ന് കോൺഗ്രസ് ആകുന്നവർ നാളെ BJP ആകുന്നു. ഇന്നിപ്പോ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ ഇവരെ എന്ത് അടിസ്ഥാനത്തിൽ വിജയിപ്പിക്കുന്നു? മഹാരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് നമുക്കറിയാം. പ്രകീർത്തിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അദ്ദേഹം പറഞ്ഞ കാര്യവും അതിന്റെ പാർട്ടി മൗനം ദീക്ഷിച്ചൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട. പിന്നെ ഞാൻ ഈ BJP-യും CPM എന്നുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കഥകളൊക്കെ തന്നെ എനിക്ക് കണ്ടേണ്ടി വരും. കേരളത്തിലെ മുല്ലപ്പള്ളി ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏതായാലും KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചോ ലീഗും SDP-യുമായി നടന്ന കൂടിക്കാഴ്ചയും രാഷ്ട്രീയ ചർച്ചയും സംബന്ധിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല. മറ്റു ചില കാര്യങ്ങളിൽ വാചാലനാവുകയായിരുന്നു മുല്ലപ്പള്ളി. ഏതായാലും വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത്. രാഷ്ട്രീയമായി SDP-യും പോപ്പുലർ ഫ്രണ്ടും പോലെ ഒരു സംഘടനയുമായി ലീഗ് ചർച്ച നടത്തിയെങ്കിൽ അത് UDF അംഗീകരിക്കുന്നോ കോൺഗ്രസ് അംഗീകരിക്കുന്നോ എന്ന് ചോദിക്കുന്നു. തനിക്കറിയില്ല എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ കൃത്യമായ തെളിവുകളുണ്ട്, ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നു. SDP-യെ സ്ഥിരീകരിക്കുന്നു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. മുല്ലപ്പള്ളി പറയുന്നത് തനിക്കറിയില്ല എന്ന് തന്നെയാണ്. സന്തോഷ്, ഏതായാലും തമാശ ഉള്ള ഒരു നിലയിലാണ് മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയില്ല എന്നാണോ സന്തോഷ്? തീർച്ചയായും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ ഇപ്പോൾ മുല്ലപ്പള്ളി തയ്യാറാകുന്നില്ല. SDP-ഐ മുസ്ലിം ലീഗ് കൂടിക്കാഴ്ച പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. പലപ്പോഴും നമ്മൾ ആ ചോദ്യമായി ഉന്നയിച്ചതാണ്. അത് ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പോലും അതിനെക്കുറിച്ച് മറുപടി നൽകാതെ പകരം ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് എന്തെങ്കിലും പറയട്ടെ എന്ന് പറയുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് സംബന്ധിച്ചാകട്ടെ ഇപ്പോൾ തനിക്കൊന്നും പറയാനാകില്ല. ഇത് കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇവിടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം AICC ആസ്ഥാനത്ത് ചേർന്നപ്പോൾ പോലും ഇതേ നിലപാടായിരുന്നു അതിനുശേഷം മുല്ലപ്പള്ളി എടുത്തത്. തനിക്കിപ്പോൾ ഒന്നും പറയാനാകില്ല എന്ന്. കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇപ്പോഴും ഒരു വ്യക്തത സീറ്റുകൾ സംബന്ധിച്ച് മനസ്സിലായി. പ്രത്യേകിച്ച് AI ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ 2 നിലപാടിൽ നിൽക്കുന്നതാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ A ഗ്രൂപ്പിന് ഒരു പാനലുണ്ട്, I ഗ്രൂപ്പിന് ഒരു പാനലുണ്ട്. 3 സിറ്റിംഗ് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും അവിടെ അതിരൂക്ഷമായ തർക്കവുമുണ്ട്. ഇതിനിടയിൽ മുതിർന്ന നേതാക്കളെ മത്സരിപ്പിച്ചുകൊണ്ട് മുന്നേറ്റം നടത്താൻ ശ്രമിച്ചപ്പോൾ അവരതിന് തയ്യാറാകുന്നില്ല. KC വേണുഗോപാൽ പോലുള്ളവരാകട്ടെ ഒരു ആലപ്പുഴയിൽ ഇനി ജയിക്കില്ല എന്ന് കണ്ട് പിന്മാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വാഭാവികമായും KPCC അധ്യക്ഷന് അനുകൂലമല്ല. അദ്ദേഹം അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടിക പോലും ഇത്രയും സമയമായിട്ട് പോലും തയ്യാറാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ തനിക്കിത് ഇപ്പോഴൊന്നും പറയാനാകില്ല, അറിയില്ല എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊഴിയുന്നത്. സന്തോഷ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷ് അടക്കം ആദ്യഘട്ടത്തിൽ ഈ സ്ക്രീനിംഗ് കമ്മിറ്റികൾ ദില്ലിയിൽ ആരംഭിക്കുമ്പോൾ തന്ന സൂചന 5ഉം 6ഉം ഒക്കെ വരുന്ന ഓരോ മണ്ഡലത്തിന്റെയും സാധ്യതാ പട്ടികയാണ്. ആ സാധ്യതാ പട്ടിക ചുരുക്കി ഒന്നിലേക്ക് എത്താൻ ഇതുവരെയും ആയിട്ടില്ല എന്ന് തന്നെ മുല്ലപ്പള്ളിയുടെ വാക്കുകൾ നമ്മളോട് തുറന്ന് സമ്മതിക്കുന്നു. ഇപ്പോഴും ആനന്ദ് ഓരോ മണ്ഡലങ്ങളിലും 3ൽ കൂടുതൽ പേരുടെ ലിസ്റ്റാണ് KPCC സമർപ്പിച്ചിരിക്കുന്നത്, ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി നാളെ കോൺഗ്രസിന്റെ സമിതി യോഗമുണ്ട്. ഈ യോഗത്തിന് മുമ്പിലെങ്കിലും കേരളത്തിന്റെ സീറ്റുകൾ സംബന്ധിച്ച് ഒരു പട്ടിക നൽകണം. ഈ പട്ടികയിൽ തർക്കമുള്ള പട്ടികയിൽ 2 പേരുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് കൈമാറാം എന്നാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന
ഒരു ഏകദേശ ധാരണ. അതായത് ഏക പേരുകളിൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവും KPCC നേതാക്കൾക്കോ എത്താൻ കഴിയില്ല എന്ന് അവർ തന്നെ പരോക്ഷമായി സമ്മതിക്കുന്നു. പകരം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇനി ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കട്ടെ എന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിനായി ഈ തർക്കമുള്ള മണ്ഡലങ്ങളിൽ 2 പേരുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പട്ടിക ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. തർക്കമുള്ള മണ്ഡലങ്ങളാകുമ്പോൾ ആലപ്പുഴ, വടകര, ഇടുക്കി അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളും തർക്കമുണ്ട്. ഇതിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇടുക്കി എന്തായാലും ഇടുക്കിയോ വടകരയോ ആർക്കും നൽകുന്ന പ്രശ്നമില്ല. ഇതിൽ ഇടുക്കി ജോസഫ് വേണം എന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. UDFന്റെ ഒരു പൊതു സ്വതന്ത്രനായി ഇടുക്കിയിൽ മത്സരിക്കുക, ഇതായിരുന്നു PJ ജോസഫിന്റെ താല്പര്യം. ഇദ്ദേഹം ഇത് KPCC നേതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് നിരാകരിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ മുല്ലപ്പള്ളി എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നു. ഇടുക്കി ഇനിയും PJ ജോസഫിന് ലഭിക്കുകയില്ല. PJ ജോസഫ് KM മാണി തർക്കം അവരുടെ പാർട്ടിയുടെ തർക്കമായി തന്നെ നിൽക്കുന്നു. ഒരു സീറ്റാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നൽകുന്നത്. അത് ആർക്ക് നൽകണമെന്ന് ഇനി കേരള കോൺഗ്രസ് തീരുമാനിക്കട്ടെ. PJ ജോസഫ് KM മാണിയുമായി തർക്കമുണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം PJ ജോസഫിന് ഇടുക്കി സീറ്റ് നൽകാനാകില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ കൃത്യമായി KPCC അധ്യക്ഷനടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ വടകര KK രമയെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനായിരുന്നു നേരത്തെ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഇനി അങ്ങനെയില്ല. പകരം അത് കോൺഗ്രസ് ചിഹ്നത്തിൽ തന്നെ ഒരാൾ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ മുല്ലപ്പള്ളി അറിയിച്ചത്. ആണ്. ശരി സന്തോഷ്, വ്യക്തമാണ് മുല്ലപ്പള്ളിയുടെ പ്രതികരണം. ഏതായാലും PJ ജോസഫിന്റെ താല്പര്യവും ശുഭപ്രതീക്ഷയും കൂടി മങ്ങലേറ്റിരിക്കുന്നു. ചില കാര്യങ്ങൾ മാത്രമാണ് വ്യക്തമായി പ്രതികരിച്ചത് മുല്ലപ്പള്ളി. അതിൽ നിരാശാജനകമായ വാർത്തയുള്ളത് PJ ജോസഫിന് തന്നെയാണ്. ഏതായാലും ഇതിന്റെ വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് നൽകിയത്. ഒരിടവേള. വാതുവയ്പ് നടത്തിയെന്ന് ആരോപിച്ച് BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് ചോദ്യം ചെയ്ത മുൻ ഇന്ത്യൻ താരം ശ്രീശാന്ത് നൽകിയ ഹർജിയിൽ വിലക്ക് മാറ്റിയതായി വിവരങ്ങൾ ലഭിക്കുന്നു. ദില്ലിയിൽ നിന്ന് ഹരീഷ് ചേരുന്നുണ്ട്. ഹരീഷ്, എന്തൊക്കെ വിശദാംശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക? ആജീവനാന്ത വിലക്ക് നീക്കിയോ? ആനന്ദ്, ഭാഗികമായി തന്നെ ശ്രീശാന്തിന് അനുകൂലമായ ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയും വർഷം നീണ്ട വർഷത്തെ ഒരു കാത്തിരിപ്പായിരുന്നു ശ്രീശാന്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ. കാരണം BCCI നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുന്നു. ഒരു തരത്തിലുമുള്ള ഇന്ത്യയുടെ ടീമിന് വേണ്ടി കളിക്കുക അല്ലെങ്കിൽ പുറത്തു പോയിട്ട് തന്നെ മറ്റു ക്ലബുകൾക്ക് വേണ്ടി കളിക്കാനുള്ള ഒരു നടപടിയും ശ്രീശാന്തിന് ലഭിച്ചിരുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ ദില്ലി ഹൈക്കോടതി ഈ പറഞ്ഞ വാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ശ്രീശാന്തിന് അദ്ദേഹം നിരപരാധിയാണെന്ന് കണ്ടെത്തുന്ന അദ്ദേഹം അടക്കമുള്ള നിരവധി പേരെ വെറുതെ വിട്ടിരുന്നു കോടതി. പക്ഷേ എന്നാലും BCCI പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കളിക്കാനുള്ള അനുവാദം നൽകിയിരുന്നില്ല. അപ്പോൾ അതിനെതിരെ തന്നെയായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി സമീപിച്ചതിന് ഭാഗികമായി തന്നെ ഒരു അനുകൂല ഒരു നടപടി ശ്രീശാന്തിന് ലഭിച്ചിരിക്കുന്നു നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കുമെന്ന് BCCIയോട് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു നീണ്ട കാലത്തെ ഒരു വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഭാഗത്തു നിന്ന് ഒരു അതായത് ഹരീഷ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭാഗികമായ വിലക്ക് നീക്കുമ്പോൾ ആഭ്യന്തര ക്രിക്കറ്റിലും പുറത്തും ക്ലബ്ബുകൾക്കടക്കം മത്സരിക്കാമെന്നിരിക്കെ ദേശീയ ടീമിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം അത് BCCIയുടെ തന്നെ ആയിരിക്കും എന്നല്ലേ? അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇത് ഭാഗികമായി തന്നെ നമുക്ക് എടുത്തു പറയണം. കാരണം എന്താ വെച്ചാൽ നിലവിൽ ഈ BCCIക്കാണ് ഒരു നിർദ്ദേശം നൽകുന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. കാരണം ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കണമെന്ന് BCCIയോട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 3 മാസത്തിനകം തീരുമാനം എടുക്കണമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പ്രധാനമായി തന്നെ ഈ വിഷയത്തിൽ നിരീക്ഷിച്ച കാര്യം അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ വിഷയത്തിൽ BCCI തന്നെയാണ് എന്തായാലും അന്തിമമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഒരു പക്ഷേ BCCIയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ രീതിയിൽ തന്നെയാണ് നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ന ശ്രീശാന്തിനെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. എന്തായാലും ഒരു ഭാഗികമായി തന്നെ നമുക്ക് എടുത്തു പറയണം. എന്തായാലും പൂർണ്ണമായി തന്നെ ക്രിക്കറ്റ് ലോകത്തേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലാം എന്നൊരു വിധി പ്രസ്താവമല്ല സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. 2 അംഗ ബെഞ്ചാണ് ഈ കേസിൽ നീണ്ട കാലത്തിന് ശേഷം വാദം കേട്ട ശേഷം വിധി പ്രസ്താവം നടത്തിയത്. ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, KM ജോസഫ് എന്നിവരുടെ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. 2013 IPL ഒത്തുകളി കേസിനെ തുടർന്നാണ് BCCI ശ്രീശാന്തിനെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയത്. വാതുവയ്പ് ആരോപണത്തിൽ ദില്ലി പട്ടിക കോടതി വെറുതെ വിട്ടെങ്കിലും വിലക്ക് നീക്കാൻ BCCI തയ്യാറാകാത്തതിനെയാണ് ശ്രീശാന്ത് ചോദ്യം ചെയ്തത്. കേരള ഹൈക്കോടതിയും BCCI നടപടി ശരിവച്ചിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത് ശ്രീശാന്ത് ഈ വിഷയത്തിൽ. IPL വാതുവയ്പ് കേസിൽ മലയാളി താരം ശ്രീശാന്തിനെ ജൂലൈ 25, 2015 ദില്ലി പാട്ടിയാലസ് കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നത്. പോലീസ് ഹാജരാക്കിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന് കണ്ടായിരുന്നു കോടതി അന്ന് കേസ് തള്ളുകയും കുറ്റപത്രം റദ്ദാക്കുകയും ചെയ്തത്. എല്ലാത്തിനും അന്ന് തന്നെ എല്ലാ പ്രതികളും വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്ര സംഘടിത കുറ്റകൃത്യ നിരോധനം, അതായത് മക്കോക്ക നിയമവും
വകുപ്പുകളും വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളുമാണ് ഈ വിഷയത്തിൽ ശ്രീശാന്തിനെതിരെ അന്ന് ചുമത്തിയിരുന്നത്. 6000 പേജുള്ള കുറ്റപത്രമായിരുന്നു ശ്രീശാന്ത് അടക്കമുള്ള 39 പേർക്കെതിരെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ തന്നെ BCCക്ക് ഒരു നിർണായക തീരുമാനമുണ്ട്. BCCക്ക് ഒരു വിശദമായി തന്നെ നിർദ്ദേശങ്ങളാണ് സുപ്രീം കോടതി ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. 3 മാസത്തിനകം തന്നെ BCC ഒരു തീരുമാനമെടുക്കണം. അതായത് ശ്രീശാന്തിന്റെ ശിക്ഷാ കാലാവധി പുനഃപരിശോധിക്കുമെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നിലവിൽ ശ്രീശാന്തിന് 35 വയസ്സായിരിക്കുന്നു. ആ 35 വയസ്സിന് അദ്ദേഹം ഇനി വീണ്ടും ഒരു ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ വരുന്ന സാഹചര്യം നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഒരു വർഷത്തിൽ അദ്ദേഹം പ്രധാനമായി തന്നെ സ്കോട്ട്ലാൻഡിൽ നടക്കുന്ന ഒരു കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലബിന് വേണ്ടി കളിക്കാനായിരുന്നു അദ്ദേഹം. ദില്ലി ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടിയിട്ട് അദ്ദേഹം BCCIക്കെതിരെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷെ അന്നും കേരള ഹൈക്കോടതി BCCI നിലപാടിനൊപ്പം നിന്നിരുന്നു. എന്തായാലും ഒരു അനുകൂല നിലപാട് സുപ്രീം കോടതി ഭാഗത്തുണ്ട് എന്ന് പറയാനുള്ളത്. അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും രണ്ടാണെന്ന് കോടതി കാണണമെന്ന് പ്രധാനമായി തന്നെ കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ BCCIയുടെ നിലപാട് ഏതെങ്കിലും ഈ ഹർജിക്കുമേൽ അവർ കോടതിയെ അറിയിച്ചിരുന്നോ? അതിന്റെ ഭാഗമായിട്ടാണോ കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത്? അച്ചടക്ക നടപടിയും ക്രിമിനൽ കേസും അതിന്റെ നടപടിക്രമങ്ങളും വെവ്വേറെയാണ്. അതുകൊണ്ട് തന്നെ ഒരു യങ് പ്ലെയർ കൂടിയാണ് ശ്രീശാന്ത്, ഒരു സ്പാർക്കുള്ള പേസ് ബോളറാണ്. ഈ ആജീവനാന്ത വിലക്ക് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിനെ തന്നെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു നിലയിൽ പോകണ്ട എന്ന സദുദ്ദേശപരമായി കോടതി പ്രതികരിക്കുകയായിരുന്നു. കോടതി നിരീക്ഷണം അങ്ങനെയായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനെ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതും. പക്ഷെ എന്നാൽ തന്നെ ഇതിൽ ശ്രീശാന്തിന് ഒരു പൂർണ്ണമായി തന്നെ ഒരു അനുകൂല. ഹരീഷ്, ദയവായി തുടരുക. ഇപ്പോൾ സ്പോർട്സ് നിരീക്ഷകൻ കൂടിയായ ദേവദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ദേവദാസ്, ഒരു കായിക നിരീക്ഷകൻ എന്ന നിലയിൽ കൂടി എങ്ങനെ കാണുന്നു ഭാഗികമായുള്ള ഹർജിക്ക് മേലുള്ള സുപ്രീം കോടതിയുടെ ഇടപെടലിനെ? അച്ചടക്ക നടപടിയെയും ക്രിമിനൽ നടപടിക്രമങ്ങളെയും രണ്ടായി കാണണമെന്ന് ഒരു നിർദ്ദേശം BCCIക്ക് മുന്നിൽ വച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ. അപ്പൊ അത് എന്താ പറയാ, BCCIക്ക് പക്ഷേ എന്താ പറയാ, ഇതിന് BCCIക്ക് 2 തട്ടിലാണ് BCCI പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ BCCI പ്രസിഡന്റ്, അന്നത്തെ പ്രസിഡന്റ് 2013 ശ്രീനിവാസന്റെ ടീമും രാജസ്ഥാൻ റോയൽസും ബെറ്റ് ചെയ്തു. അവരെ ബാൻ ചെയ്യാണ്ട് സുപ്രീം കോടതി പറഞ്ഞു 2 വർഷം മാത്രമാണ് അവർക്ക് വിലക്ക് കൊടുത്തത്. അപ്പൊ ശ്രീശാന്തിന് BCCI കൊടുത്തത് അതേ ശ്രീനിവാസനും കുംബ്ലെ എല്ലാം ഉള്ള ഒരു സഭയാണ് കൊടുത്തത്. ജെറ്റ്ലി എല്ലാം കൂടിയിട്ട് ശ്രീശാന്തിന് ആജീവനാന്ത വിലക്കും വിലക്കിയിരിക്കുന്നു. ഇത് ബെറ്റ് ചെയ്ത ടീമിന്റെ ഉടമ തന്നെ പ്രസിഡന്റായിട്ട് നിന്നിട്ട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതാണ് ആ ഇതില് BCCIക്ക് തീരുമാനിക്കാന്ന് പറയുമ്പോൾ BCCI ഓൾറെഡി തീരുമാനിച്ചാണ് ശ്രീശാന്തിനെ ഞങ്ങൾ നേർച്ച കോഴി ആക്കിയിരിക്കുന്നു. ശ്രീശാന്തിന് അപ്പം പിന്നെ BCCIന്റെ കോർട്ട് പോയ BCCI ഈ വിലക്ക് തുടരുകയല്ലേ ചെയ്യുക. കോടതിനെ ഒരു ഇതിലെന്താ വേണ്ടതെന്ന് പറഞ്ഞാല് ശ്രീശാന്തിനെ ഇപ്പം വിലക്കിയ സ്ഥിതിക്ക് CSKനെയും RR ക്ലബിനെയും ഉടനടി വിലക്കണം, വീണ്ടും കളിക്കാൻ പറ്റരുത്. ശ്രീശാന്ത് കളിക്കുന്നില്ലെങ്കിൽ RR ക്ലബും ധോണിന്റെ ക്ലബും പിന്നെ 13 സീൽ കവർ പ്ലേയേഴ്സ് ഉണ്ട് അതിൽ ബെറ്റടിച്ച വേറെ. അതിനെതിരെ BCCI ഒരു നടപടിയോ എടുത്തില്ല. അതായത് ദേവദാസ്, താങ്കൾ ചുരുക്കത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞു വെക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ നിരീക്ഷിക്കുന്നത് ഈ ഒരു ഭാഗികമായ ഇടപെടൽ കൊണ്ട് BCCIയുടെ തീരുമാനം മാറുമെന്നോ ഈ വിലക്ക് മറികടന്ന് ദേശീയ ടീമിലേക്ക് എത്തുക എന്ന തന്റെ അഭിലാഷം ശ്രീശാന്തിന് സാധിക്കുമെന്നോ കരുതുന്നില്ല എന്ന് തന്നെയാണോ? വളരെ വ്യക്തമല്ലേ. BCCI എന്ന് പറഞ്ഞ വീരപ്പന്മാർ ഒരു സഭയില് എന്താ പറയാ, കാട്ടുകള്ളന്മാര്. ഇപ്പൊ നരേന്ദ്രമോദി, അമിത്ഷാ എല്ലാം ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ചീഫെല്ലാം ആയിട്ടുള്ള സഭ തന്നെയാണ് ഈ ദാവൂദിന്റെ വാതുവെപ്പിന് ഇങ്ങനെ കൂട്ടുനിന്നിട്ട് 2 കേന്ദ്രമന്ത്രിസഭ, അത് കോൺഗ്രസ് മന്ത്രിസഭ പോയി മറ്റേ NDA മറ്റേ മോഡിന്റെ ഗവൺമെന്റ് വന്നു. എന്നിട്ട് ഒരു നിയമ നടപടി എടുത്തിട്ടില്ല. ദാവൂദ് ഇന്നും പുറത്താണ്. ബാക്കി വെട്ടടിച്ചോരെല്ലാം ഇപ്പോ IPL ഉണ്ട്. ശ്രീശാന്ത് മാത്രമേ പുറത്തുള്ളൂ. ശ്രീശാന്തിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ശ്രീശാന്തിന്റെ തലയെ കയറ്റി വെക്കണമെന്നും ധോണിന, റെയ്നേന, രവീന്ദ്ര ജഡേജേന, മറ്റേ സ്റ്റുവർട്ട് ബിന്നിനെല്ലാം രക്ഷപ്പെടുത്തണമെന്നും ഉള്ളത് കൊണ്ടാണ് 13 സീൽ കവർ പ്ലേയേഴ്സ് ഇപ്പം അന്വേഷണം നേരിടുന്നത്. 11 നിങ്ങൾ ഒന്ന് മാത്രം നോക്കൂ, ഒരു നിയമം 11(3)C ഗവർണിംഗ് കൗൺസിൽ റൂൾസ്. എന്താ പറയാ, പ്രിൻസിപ്പൽ ഓണേഴ്സോ വെറ്റടിച്ചാൽ ആ ക്ലബിനെ ഉടനടി IPL പുറത്താക്കണം. അപ്പോ CSK ക്ലബ്ബ് വെറ്റടിച്ചാണ് നെയ്യപ്പന്റെ കീഴിലും ശ്രീനിവാസന്റെ കീഴിലും. അവരെ പുറത്താക്കിയില്ല. റൂളുണ്ട് 11.3C ക്ലാസ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഞങ്ങളെ അറിയിച്ചില്ല ഈ ബെറ്റ്, അതുകൊണ്ട് ശ്രീശാന്തിന് ആജീവനാന്ത വിലക്ക്. നിങ്ങൾ ഒന്നും നോക്കൂ, BCCI സുപ്രീം കോടതിയിൽ ഇത്രയും അപ്പീൽ നടത്തുമ്പോൾ ഒന്ന് മാത്രമേ ഇവരുടെ നോക്കണ്ടു. എന്തെന്നാന്ന് പറഞ്ഞാല് അസറുദ്ദീൻ രാജ്യത്തിനെ ഒറ്റി
രാജ്യത്തിന് ഒറ്റ അജയ് ജഡേജയും ചെയ്തു. എന്നിട്ട് 99 എന്നിട്ട് അപ്പീലേക്ക് ആന്ധ്ര കോടതി ഹൈക്കോടതി പറഞ്ഞു അസറുദ്ദീനെ വെറുതെ വിടാൻ. എന്നിട്ട് അപ്പീൽ പോലും കൊടുത്തില്ല സുപ്രീം കോടതിയിൽ. പക്ഷെ ശ്രീശാന്തിനെ വിട്ടെന്ന് പറഞ്ഞപ്പോ അപ്പീൽ കൊടുക്കുക. അപ്പം ഇത് ശ്രീശാന്തിനെ കരുതി കൂട്ടി ശ്രീശാന്തിന്റെ കരിയർ മാത്രം നശിപ്പിക്കണമെന്നും ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി പോകണം. ഈ അസറുദ്ദീൻ ഇപ്പൊ കോൺഗ്രസിന്റെ തെലങ്കാന വർക്കിംഗ് പ്രസിഡന്റ്, അതും നോക്കണം. ശ്രീശാന്ത് BJPന്റെ തിരുവനന്തപുരം നിയമസഭയിലെ സ്ഥാനാർത്ഥിയായതാ. ഏത് കേസ്? ദാവൂദിന്റെ കേസാണ്. അതാണ് ഈ BJPന്റെ തലയിൽ ഒന്നും ഇല്ലാന്ന് പറയുന്നത്. ഇതാ ദാവൂദുമായിട്ടുള്ള ലിങ്കിലാണ് ആജീവനാന്ത വിലക്കുള്ളത്. ദാവൂദ് ഇബ്രാഹിം അങ്ങനത്തെ ആളാണ് തിരുവനന്തപുരത്ത് സെൻട്രലിൽ സ്ഥാനാർത്ഥി BJPന്റെ. അപ്പൊ ദാവൂദ് പൈസ കൊടുത്താൽ ദാവൂദിനെ സ്ഥാനാർത്ഥിയാക്കുന്നല്ലേ ഇത് തിരിയുന്നത്. അതുകൊണ്ട് ശ്രീശാന്തിന്റെ കേസ് അത് കോടതി വ്യക്തമായിട്ട് പറയേണ്ടതാ. ഒരു കരിയർ നശിപ്പിക്കരുത്. കോടതിയുടെ മുമ്പിൽ വിധി എന്ന ശ്രീശാന്തിനെ ചെയ്യണം, നിങ്ങൾ തിരിച്ചെടുക്കണം എന്നാ പറയേണ്ടത്. പിന്നെയും BCCIന്റെ അടുത്ത് പോയ BCCI വീണ്ടും പറയുക ആ നിയമം തന്നെയല്ലേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇതില്ല, ഞങ്ങൾ സ്ട്രിക്റ്റ് ആണ്, സീറോ ടോളറൻസ് പോളിസി ടുവേർഡ്സ് കറപ്ഷൻ ആണെന്ന്. അത് കഴിഞ്ഞ TP സുധീന്ദ്രൻ എത്ര ആളാണ് ബെറ്റടിച്ചിട്ട് പോകുന്നത്. ഇപ്പം ബെറ്റടിച്ച കേന്ദ്രത്തിൽ ദാവൂദിന്റെ മടയിൽ UAE പോവാൻ വേണ്ടിയിട്ട് IPL മാറ്റാൻ വേണ്ടി നിൽക്കുന്ന 2000 കോടി കട്ട് RBIനെ പറ്റിച്ച ലളിത് മോഡി ഇന്ന് ലണ്ടനിൽ സുഖമായിട്ട് ജീവിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലേക്ക് മാറ്റിയിരിക്കുന്നു. IPL 2009 കേസ് ലളിത് മോഡിനെ പിടിച്ചില്ല. നീരവ് മോഡിനെ പോലത്തെ വേറെ ഒന്നുണ്ട്. ഈ സുഷമ സ്വരാജിന്റെയും അമിത്ഷാന്റെയും നരേന്ദ്രമോദിന്റെയും വസുന്ധര രാജ സിന്ധ്യന്റെ സുഹൃത്ത് ലളിത് മോഡി. അതിന്റെ എല്ലാം പറ്റിയിട്ട് പറ. അതുകൊണ്ട് അവരെല്ലാം മറച്ചു വെച്ച് അവരെ രക്ഷപ്പെടുത്തി. ഇതിൽ ബെറ്റടിച്ച ശില്പ ഷെട്ടിയല്ല ഇപ്പോ മോഡിന്റെ യോഗന്റെ ബ്രാൻഡ് അംബാസിഡറാ. അവിടെയാണ് ശ്രീശാന്തിനെ മാത്രം. അപ്പൊ BCCIക്ക് കൊടുക്കുമല്ലോ വേണ്ട. BCCI ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും ദേവദാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി. ഇപ്പോൾ കമാൽ വരദൂർ കൂടി ചേരുന്നു, കായിക നിരീക്ഷകൻ, സ്പോർട്സ് എഴുത്തുകാരൻ കൂടിയാണ്. കമാൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷയെ കൂടിയാണ്, ഒരു യങ് പ്ലെയർ ആണ്, ഒപ്പം പേസിൽ ഒരു സ്പാർക്കുള്ള കളിക്കാരൻ കൂടിയാണ് ശ്രീശാന്ത്. ഈ ഭാഗികമായാണ് ഈ വിലക്ക് മാറുന്നത്. പക്ഷേ അത്ര ആഗ്രഹം നൽകുന്നതല്ല. ഒരു പക്ഷേ BCCI ആണ് അന്തിമമായി തീരുമാനം എടുക്കേണ്ടത് എന്ന നിലയിൽ കൂടി കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു. എങ്ങനെ നിരീക്ഷിക്കുന്നു ഈ കാര്യങ്ങളെ? ഇതില് എന്നോടല്ലേ പറയൂ കമാൽ. ഇതില് നമുക്ക് ചെയ്യാൻ, അതായത് നമ്മള് ഈ ക്രിക്കറ്റ് ബോർഡ് രാഷ്ട്രീയം അറിയുന്നവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം, ശ്രീശാന്ത് അല്ലെങ്കിൽ പല താരങ്ങളും ഈ ക്രിക്കറ്റ് ബോർഡ് പൊളിറ്റിക്സിന്റെ ബലിയാടുകളാണ്. അപ്പൊ ശ്രീശാന്തിനെ പോലെ ഒരാൾക്കെതിരെ വളരെ കർക്കശമായിട്ട് BCCI നീങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആജീവനാന്ത വിലക്കുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ പലരും കോടതി ചോദിച്ച ഒരു ചോദ്യമാണ്, എന്താണ് ഇതിന് ഉപോത്ബലകമായിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ? BCCI അല്ലെങ്കിൽ ഡൽഹി പോലീസ് ഒക്കെ പറഞ്ഞ കാര്യങ്ങള് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ്, ഇടനാഴിയിലെ സംസ്കാരങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കരിയർ, അതായത് രാജ്യത്തിന് വേണ്ടി വളരെ ശക്തമായിട്ട് ഇത് ചുരുങ്ങിയ കാലയളവിലാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് മിന്നിയ ഒരു താരമാണ്. 2 ലോകകപ്പ് നേട്ടത്തിലെ പങ്കാളി കൂടിയാണ് ശ്രീശാന്ത്. അങ്ങനെ ഒരു താരത്തെ വളരെ പെട്ടെന്നുള്ള ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ക്രിക്കറ്റ് ബോർഡ് നേരത്തെ പറഞ്ഞതുപോലെയാണ്, ക്രിക്കറ്റ് ബോർഡിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാലും ഇവരുടെ നീതിന്യായം എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ സമ്പന്നമായ, അതായത് വളരെ സമ്പന്നമായി പോകുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ക്രിക്കറ്റ് ബോർഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. താങ്കളും ആ നിരീക്ഷണത്തിൽ എത്തുകയാണോ കമാൽ വരദൂർ? ശ്രീശാന്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടലല്ല കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് തന്നെയാണോ? കളിക്കാൻ കഴിയുമെന്ന് താങ്കളും പൂർണ്ണാർത്ഥത്തിൽ കരുതുന്നില്ല അല്ലേ? നാഷണൽ ടീമിൽ കളിക്കാൻ ഇനി ദേശീയ ടീമിനായിട്ട് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അവസരം കൊടുക്കില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ക്രിക്കറ്റ് ബോർഡാണ്, നമ്മുടെ ക്രിക്കറ്റ് ബോർഡിന്റെ അണ്ടറിലാണ് നമ്മുടെ സെലക്ടേഴ്സ് ഉള്ളത്. ഈ സെലക്ടേഴ്സാണ് നമ്മുടെ ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പോലും അദ്ദേഹത്തിന് ഒരു വിടവാങ്ങൽ, മഹേന്ദ്ര സിംഗ് ധോണിയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കാനുള്ള നീക്കം നടത്തുന്ന വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. ഇവിടെ അതേപോലെ വേണമെങ്കിലൊക്കെ ചിന്തിച്ചാൽ ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ ഒരു താരത്തിന് ഒരു വിടവാങ്ങൽ അവസരം കൊടുക്കുക. അപ്പം മുഹമ്മദ് അസറുദ്ദീന്റെ കാര്യം എടുത്ത് അദ്ദേഹം 99 ടെസ്റ്റ് കളിച്ച ഒരാളാണ്. 100 ടെസ്റ്റ് കളിച്ച് വിരമിക്കണമെന്നൊരു അഭ്യർത്ഥന പോലും നടത്തിയ ഒരാൾക്കെതിരെ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത് താങ്കൾ പ്രതിയാണ്, താങ്കൾ അടുപ്പിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇതിലൊക്കെ പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം കോടതിയുടെ ഇടപെടലാണെങ്കിൽ പോലും BCCI ശ്രീശാന്തിന് ഒരു അവസരം കൂടി കൊടുക്കുമെന്ന്. തീർച്ചയായും കമാൽ വരദൂർ, വളരെ വ്യക്തമാണ് ആ നിരീക്ഷണം. ശ്രീശാന്തിന് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല നാഷണൽ ടീമിൽ കളിക്കുക എന്നത് സംബന്ധിച്ച്. ഈ
ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ് വ്യക്തമായി ഈ മേഖലയെ, അതായത് BCCIയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര കാര്യങ്ങൾ അടുത്തറിയാവുന്ന എല്ലാവരും സൂചിപ്പിക്കുന്നത്. വാതുവയ്പ് നടത്തിയെന്നാരോപിച്ച് BCCI ശ്രീശാന്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഭാഗികമായി പിൻവലിക്കാൻ കോടതി തയ്യാറായിരിക്കുന്നു. പക്ഷേ BCCIയുടേതാണ് അന്തിമ തീരുമാനം എന്നതുകൂടി ശ്രീശാന്തിന് മുന്നിൽ വലിയ പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ രേഷ്മ ചേരും. നമസ്കാരം.